JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീടിനെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളിൽ പ്രശ്നം വയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളിൻ്റെ അടുക്കൽ വന്ന് സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഗ്രഹങ്ങളെ കൊണ്ട്, നാലാം ഭാവത്തെ കൊണ്ടും നാലാം ഭാവാധിപനെ കൊണ്ടുമൊക്കെ എങ്ങനെയാണ് സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ നാലാം ഭാവം അല്ലെങ്കിൽ നാലാം ഭാവാധിപൻ, നാലാം ഭാവത്തിൽ നിൽക്കുന്നതാണ് ബലവാനെങ്കിൽ അത്, അല്ലെങ്കിൽ നാലാം ഭാവാധിപനാണെങ്കിൽ അങ്ങനെ. സൂര്യനാണെങ്കിൽ ആ വസ്തു ചതുരത്തിലുള്ളതും ചുവന്ന മണ്ണോട് കൂടിയതും, അതായത് ചുവന്ന നിറത്തിലുള്ള മണ്ണായിരിക്കും, ഉറപ്പുള്ളതായിരിക്കും. എന്നാൽ ആ ഭൂമിയിൽ മരങ്ങൾ ഒരുപാട് കാണത്തില്ല എന്നുള്ളതാണ്. തിങ്ങി നിറഞ്ഞ മരങ്ങളൊന്നും കാണില്ല. ചതുരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രദേശമായിരിക്കും എന്നുള്ളതാണ്. ഇനി ചന്ദ്രനാണെങ്കിലോ വൃത്താകൃതിയിലുള്ള ഒരു സ്ഥലം, അതായത് ചതുരമൊന്നുമല്ല, ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് ഏതാണ്ട് ഒരു വൃത്തത്തിൽ വരുന്ന ഒരു വസ്തു, ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലം, വെളുത്ത നിറത്തിലുള്ള ഏതാണ്ട് കുറച്ച് വലിയ കട്ടിയൊന്നുമില്ലാത്ത മണലുമൊക്കെ ചേർന്ന് അത്തരത്തിലുള്ള മണ്ണായിരിക്കും. കായ്ഫലമുള്ള ഇഷ്ടം പോലുള്ള വൃക്ഷങ്ങൾ കാണും. ഉറപ്പില്ലാത്ത മണ്ണിൻ്റെ സ്വഭാവമായിരിക്കും അത് കാണിക്കുന്നത്. ഇനി ചൊവ്വയാണെങ്കിൽ മധ്യം വിസ്താരം കുറഞ്ഞതായിരിക്കും. രണ്ട് ഭാഗവും വിസ്താരമുള്ളതും ചിലപ്പോൾ മധ്യം വിസ്താരം കുറഞ്ഞ് കറക്റ്റ് ചതുരമോ അല്ലെങ്കിൽ ഒരു ഷേപ്പിലോ ഒന്നും ആയിരിക്കത്തില്ല ഇങ്ങനെ. അപ്പോൾ അത് പാറ ധാരാളമുള്ള ഭൂമി ആയിരിക്കാം എന്നുള്ളതാണ്. വലിയ മടകളൊക്കെ കാണും. അതുപോലെ മുൻഭാഗം വിസ്താരം കൂടിയിരിക്കും എന്നുള്ളതാണ്. മധ്യഭാഗം വിസ്താരം കുറഞ്ഞും മുൻഭാഗം വിസ്താരം കൂടിയും ഒരു വല്ലാത്ത ആകൃതിയിലിരിക്കുന്ന ഭൂമിയായിരിക്കും എന്നുള്ള. ബുധനാണെങ്കിൽ വാദപ്രകൃതിയും എപ്പോഴും കാറ്റ് ലഭിക്കുന്ന സ്ഥലവും പൂക്കളും കായ്കളും ഒക്കെ ഉള്ള വൃക്ഷങ്ങൾ, അതായത് ചെടികളുമൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. വ്യാഴമാണെങ്കിൽ നല്ല വിസ്താരമായ ഏതാണ്ട് മഞ്ഞ നിറത്തോടു കൂടിയ മണ്ണുള്ള സ്ഥലം, നല്ല പൂക്കളും വെള്ളവും എല്ലാം മൊത്തത്തിൽ നല്ല ഭംഗിയും അഴകും ഒക്കെ ഉള്ള സ്ഥലം. ശുക്രനാണെങ്കിൽ പൊടിമണ്ണ്, വെളുത്ത നിറത്തിലുള്ള പൂഴിമണ്ണ് ഉള്ള സ്ഥലം, മൃദുലമായത് ഉറപ്പില്ലാത്ത മണ്ണുള്ള സ്ഥലം, വെള്ളം ധാരാളമുള്ളിടമാണ്. പുളിരസമാണ് ഏറ്റവും കൂടുതൽ. ഇല ഏറ്റവും കൂടുതൽ കൊഴുപ്പോടുകൂടി, അതായത് നല്ല ഇല ധാരാളം ഇങ്ങനെ തഴച്ച് വളരുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ചില മരങ്ങൾക്ക് ഇല കുറവായിരിക്കുമല്ലോ, എന്നാൽ ആ വൃക്ഷങ്ങൾ തന്നെ ശുക്രന് സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ ധാരാളം ഇലകൾ ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുന്ന കാണാം. അത് കാരണം ഈർപ്പമുള്ള മണ്ണാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശനിയാണെങ്കിൽ നീളം കൂടി വീതി കുറഞ്ഞ സ്ഥലം, പരന്ന പാറകളും അതുപോലെ വെള്ളത്തിൻ്റെ ലാഞ്ചന പോലും കാണത്തില്ല, വരണ്ട പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. കിണർ കുഴിച്ചാലും ചിലപ്പോൾ വെള്ളം കിട്ടാനുള്ള സാധ്യത കുറയുന്ന നിർജ്ജല പ്രദേശങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണ്. സർപ്പങ്ങളും മടയും അതും ഇതുമൊക്കെ ധാരാളമുള്ള ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. രാഹു ആണെങ്കിൽ കഠിനമായതും പൊക്കത്താഴ്ചയുള്ളതും എന്ന് പറഞ്ഞാൽ കയറ്റവും ഇറക്കവും ഇങ്ങനെ ധാരാളമുള്ളതും കുഴികളും മടയും ഉള്ളതും, സർപ്പങ്ങളുടെ മട ധാരാളമായി കാണാം, ചിലയിടത്തൊക്കെ പുറ്റും ഒക്കെ ആയിട്ട് കാണുന്ന അത്തരത്തിലുള്ള ഭൂമിയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഭൂമിയുടെ ചരിവ് എങ്ങോട്ടായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ചൊവ്വയാണെങ്കിൽ ചൊവ്വയോ അതുപോലെ മേടം വൃശ്ചികൻ രാശിയോ വരിക നാലാം ഭാവമായിട്ട്, അല്ലെങ്കിൽ ചൊവ്വയുടെ ആധിപത്യം വരിക. ഇത് രണ്ടിലേതായാലും തെക്കോട്ട് ചരിവായിരിക്കും ആ ഭൂമിക്ക് എന്നുള്ളതാണ്. ഇടവം തുലാം രാശിയോ അല്ലെങ്കിൽ ശുക്രൻ്റെ സാന്നിധ്യമോ വരികയാണെങ്കിൽ അത് അഗ്നികോണിലേക്ക് ആയിരിക്കും അതിൻ്റെ ചരിവ്, അതായത് തെക്ക് കിഴക്ക് ആയിട്ടായിരിക്കും കൂടുതൽ ചരിവ് വരുന്നത്. സൂര്യനോ അതുപോലെ തന്നെ ചിങ്ങൻ രാശിയോ വരികയാണെങ്കിൽ കിഴക്കു ഭാഗത്തേക്കായിരിക്കും ചരിവ് ആ ഭൂമിക്കുള്ളത്. മിഥുനം കന്നി രാശിയോ ബുധനോ ആണ് നാലാം ഭാവത്തിലോ അല്ലെങ്കിൽ നാലാം ഭാവാധിപനായിട്ടോ വരുന്നതെങ്കിൽ വടക്കോട്ട് ചരിഞ്ഞ ഭൂമിയായിരിക്കും എന്നുള്ളതാണ്. കർക്കിടകം രാശിയോ അഥവാ ചന്ദ്രനോ ആണെങ്കിൽ വായു കോണിലേക്ക് ചരിഞ്ഞ ഭൂമിയായിരിക്കും, തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചരിവുള്ള ഭൂമിയായിരിക്കും എന്നുള്ളതാണ്. ധനു മീനൻ രാശിയാണ് വന്നത് എങ്കിൽ, അഥവാ വ്യാഴമാണ് അങ്ങനെ വരുന്നത് എങ്കിൽ
അത് ഈശാന കോണിലേക്ക്, അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞ സുന്ദരമായ ലക്ഷണമൊത്ത ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. മകരം കുംഭൻ രാശിയാണ് വന്നത് എങ്കിൽ അവിടെ ശനിക്ക് ബന്ധമുണ്ട് എങ്കിൽ പടിഞ്ഞാറോട്ട് ചരിവുള്ള വസ്തു എന്നാണ് പൊതുവെ പറയുന്നത്. അതായത് സൂര്യന് കിഴക്ക്, ചന്ദ്രന് വായുകോണ്, ചൊവ്വയ്ക്ക് തെക്ക്, ബുധന് വടക്ക്, വ്യാഴത്തിന് ഈശാനകോണ്, ശുക്രന് അഗ്നികോണ്, ശനിക്ക് പടിഞ്ഞാറ് ഭാഗം. ഇങ്ങനെയാണ് അതിൻ്റെ പൊതുവേ ഉള്ള ഭൂമിയുടെ ചരിവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഉള്ള കാര്യം. അത് സ്വഭാവമനുസരിച്ച് നോക്കുമ്പോൾ ചിങ്ങം ചതുരത്തിലുള്ളതും കർക്കിടകം ഏതാണ്ട് വൃത്തത്തിലുള്ളതും മേടം വൃശ്ചികം മുൻഭാഗം വിസ്താരം കൂടി മധ്യഭാഗം ചുരുങ്ങിയിരിക്കുന്ന ഭൂമിയും മിഥുനവും കന്നിയും പൂവും കായും ആ പൂക്കൾ ധാരാളം ഉണ്ടാകുന്ന വൃക്ഷങ്ങളും ചെടികളുമൊക്കെ ഇഷ്ടം പോലെ പൂവുള്ള ഒരു പ്രദേശം എന്നാണ്. ധനു മീനമാണെങ്കിൽ വലിപ്പമുള്ള മഞ്ഞ നിറത്തിലുള്ള ഭംഗിയേറിയ സ്ഥലം. ഇടവം തുലാൻ രാശിയാണെങ്കിൽ അത് വെളുത്തതും പൊടിമണ്ണ് പൂഴിമണ്ണ് പോലെയുള്ള ഒരു പ്രദേശം, ഉറപ്പില്ലാത്തത്. മകരം കുംഭൻ രാശിയാണെങ്കിൽ നീളം കുറഞ്ഞ് പാറയുള്ളതും വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പ്രദേശമായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ച് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയും സാധാരണഗതിയിൽ നമ്മളിപ്പോൾ വീടിനെ സംബന്ധിച്ചായാലും കിണറിനെ സംബന്ധിച്ചായാലും നമ്മൾ ശിലാസ്ഥാപനം നടത്തുന്നതിന് മുമ്പ് സ്ഥാനനിർണയം നടത്തുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ സ്ഥാനനിർണയം നടത്തുക എന്ന് പറയുമ്പോൾ നമ്മളവിടെ ചെന്ന് ആചാരപരമായിട്ട് വിളക്കുമൊക്കെ കത്തിച്ച് നിവേദ്യമൊക്കെ വെച്ച് ഒരു കുറ്റി വെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പൂജിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ കുറ്റി സ്ഥാപിക്കുന്നത്. അതാണല്ലോ സ്ഥാനനിർണയം. അങ്ങനെ ഉള്ളതിൻ്റെ ലക്ഷണത്തെ കൂടി പറയാം. അത് അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ വിളക്കിന് മുന്നിൽ ഒരു ഇല തൂശനില കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ആ ഇലയിൽ വയ്ക്കാനാണ് സാധാരണ സ്ഥപതിമാരെ വീട്ടുകാരോട് പറയുന്നത്. ഒരു കുറ്റി വെട്ടി അവരെ കൊണ്ട് തന്നെയാണ് വെട്ടിക്കുന്നത്. അങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് ആ വിളക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പറയും. വയ്ക്കാൻ പറയുമ്പോൾ ഇവരെ എങ്ങനെ അന്നേരം തോന്നുന്ന രീതിയിലായിരിക്കും ആ കുറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതിന് ചുവടും മണ്ടയും ഒരു കുറ്റിക്ക് പ്രധാനമാണ് എന്നുള്ളതാണ്. അതായത് തലഭാഗം അതുപോലെ കാൽഭാഗം, ആ ചുവടും ശിരസും. അങ്ങനെ ഏത് വൃക്ഷമായാലും ഏത് ശിഖരമായാലും ഏത് കമ്പായാലും അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കൂർപ്പിച്ചും അത് മണ്ണിൽ തറയിൽ അടിക്കാനുള്ള ഭാഗം അത് ചെത്തിക്കൂമ്പിച്ചും മറ്റേത് നേരെ കട്ട് ചെയ്തുമായിരിക്കും കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അങ്ങനെ അതിന് സാധാരണ കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൊണ്ടുവയ്ക്കുമ്പോൾ ചുവട് തിരിഞ്ഞിരിക്കുക, വിപരീതമായിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ അത് രോഗലക്ഷണമാണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അഗ്നികോൺ വായുകോൺ. അഗ്നികോൺ വായുകോൺ എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കേ മൂലയും വടക്ക് പടിഞ്ഞാറേ മൂലയുമായിട്ട് കോണോട് കോണുള്ള കോൺ ദിക്കിലായിട്ടാണ് ഈ കുറ്റി കൊണ്ടുവന്ന് വയ്ക്കുന്നത് എങ്കിൽ അത് നാശസൂചകമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ജ്യോത്സ്യന്മാരായാലും സ്ഥപതിമാരായാലും കണക്കന്മാരായാലും ആരായാലും, ഇപ്പോൾ സിവിൽ പഠിച്ചവരായാലും എഞ്ചിനീയർമാരായാലും ഇഷ്ടംപോലെ കെട്ടിടങ്ങളൊക്കെ സ്വന്തമായിട്ട് വെച്ചു കൊടുക്കുന്ന ബിൽഡേഴ്സായാലും ആരായാലും ഇതൊക്കെ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ അഗ്രം വടക്കും തെക്ക് ചുവടുമായിട്ട് ആണ് കുറ്റി വയ്ക്കുന്നത് എങ്കിൽ, ഇങ്ങനെയാണ് വയ്ക്കുന്നത് എങ്കിൽ അത് ആ വീടിൻ്റെ നിർമ്മാണമായാലും കിണറിൻ്റെ കാലതാമസമുണ്ടാകും എന്നുള്ളതാണ്. കിഴക്ക് അഗ്രവും പടിഞ്ഞാറ് ചുവടുമായിട്ടാണ് വയ്ക്കുന്നത് എങ്കിൽ ചുവട് ഭാഗം പടിഞ്ഞാറും കിഴക്ക് അഗ്രവും. ഈ ചുവട് എന്ന് പറയുന്ന പാദവും അഗ്രം എന്ന് പറയുന്ന തലഭാഗവും. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ പണി പെട്ടെന്ന് തീരും എന്നുള്ളതാണ്. അതായത് ആ വീടിൻ്റെ പണിയായാലും കിണറിൻ്റെ പണിയായാലും വലിയ താമസമില്ലാതെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കന്നിയിൽ ചുവടും ഈശാന കോണിൽ അഗ്രവും വന്നാൽ ഇങ്ങനെ കോണോട് കോണ് അങ്ങനെ വന്നാലും അത് നല്ല ശുഭത്വത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കുറ്റിയുടെ വെട്ടുഭാഗമാകുന്ന മുഖം മേൽപോട്ടായാൽ, കുറ്റി വെട്ടിക്കൊണ്ടുവരുന്നതാണല്ലോ, അപ്പോൾ വെട്ടുഭാഗം മേൽപോട്ടായാൽ സുഖം, ഇരുവശവും ആയാലും സുഖം. കീഴ്പോട്ടായാൽ ദുഃഖം. ഉണങ്ങിയ മരമാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അത് ദുഃഖസൂചകമാണ് എന്നുള്ളതാണ്. പച്ചമരവും കറയുള്ളതുമാണെങ്കിൽ
ശുഭം എന്നാണ്. ഇതൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്ന ഒരാളിനോട് കുറ്റി വെട്ടിക്കൊണ്ട് വരാൻ ഒരിക്കലും പറയരുത്. അതായത് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആളിനോട് വേണം ആ സമയത്ത് ഒരു കുറ്റി ഇങ്ങ് വെട്ടിക്കൊണ്ടുവരൂ എന്ന് പറയേണ്ടത്. അതായത് നേരത്തെ ഒന്നും അറിയാൻ വയ്യാത്തവർ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും പറമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ആ പറമ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിൽക്കുന്നു, ഒരു കുറ്റി വെട്ടിക്കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ ചരട് കെട്ടുമല്ലോ. അങ്ങനെ നടത്തുന്ന അവസരത്തിൽ ചരട് പൊട്ടിപ്പോവുകയാണെങ്കിൽ അതും ദോഷത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനക്കുറ്റിയുടെ ചുവട് കിഴക്കോ ഈശാന കോണിലോ വടക്കോ വായു കോണിലോ ആയിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ സ്ഥാനക്കുറ്റിയുടെ ചുവടെന്ന് പറഞ്ഞാൽ കൊണ്ടുവയ്ക്കുന്ന സാധനം, നമ്മളൊരു കുറ്റി വെട്ടിക്കൊണ്ടുവരാൻ പറയുന്നു, ഈ സാധനം അവിടെ കൊണ്ടുവന്ന് അവർ വയ്ക്കുന്നു. അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ കുറ്റിയുടെ ചുവട് കിഴക്കോ ഈശാന കോണിലോ വടക്കോ വായു കോണിലോ വന്നാൽ അത് മഹാരോഗത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. കുറ്റിയുടെ ചുവടാണ് കിഴക്കോ ഈശാന കോണിലോ വടക്കോ വായു കോണിലോ വന്നാൽ മഹാരോഗത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ആ സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ കാഴ്ചയ്ക്ക് ശകുനം എന്ന് പറയും, ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാൻ പറയും. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചിലർ വിളക്ക് കത്തിച്ച് വയ്ക്കും, ചിലരാണെങ്കിൽ നമ്മൾ ചെന്നതിന് ശേഷമായിരിക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും 1 2 സാധനങ്ങൾ നമ്മളെ മുമ്പിൽ അവിടെ കണ്ടെന്നും വരും. അപ്പോൾ അങ്ങനെ കാണുന്നത് ദീപമാണെങ്കിൽ ദീർഘായുസ്സിനെയും, അരിയാണെങ്കിൽ സുഖത്തെയും, നെല്ലാണെങ്കിൽ രോഗത്തെയും, ഭസ്മമാണെങ്കിൽ നാശത്തെയും, പുഷ്പമാണെങ്കിൽ ദാരിദ്ര്യത്തെയും, നിവേദ്യമാണെങ്കിൽ ആത്മസുഖത്തെയും. ഈ നിവേദ്യം എന്ന് പറയുന്നത് ഗണപതി ഒരുക്ക് പോലുള്ള ഭക്ഷണ സാധനം, അതാണ്. തടിയോ വിറകോ ആണെങ്കിൽ അത് അഗ്നിഭയത്തെ സൂചിപ്പിക്കുന്നതും, ഇഷ്ടികയാണെങ്കിൽ ധനലാഭത്തെ സൂചിപ്പിക്കുന്നതും, കരിക്കട്ടയാണെങ്കിൽ രോഗത്തെയും, ഉമിയാണെങ്കിൽ നാശത്തെയും, കല്ലാണെങ്കിൽ കരിങ്കൽ അഭിവൃദ്ധിയെയും, അസ്ഥിയാണെങ്കിൽ കുലനാശത്തെയും സൂചിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്കും അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർക്കും ഈ ചാനൽ കാണുന്നവർക്കും അല്ലാതെ പൊതുവെ ഇതൊക്കെ ഒന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവർക്കും അങ്ങനെയൊക്കെ അവരെയൊക്കെ ഉദ്ദേശിച്ചാണ്. അല്ലാതെ ഇത് വളരെ ഈസിയായിട്ട് നമ്മുടെ കൂടെ ഒരാൾ നിന്ന് ശിഷ്യനായിട്ട് വന്നാൽ പോലും ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു സ്വഭാവം വന്നതുകൊണ്ടാണ് ഇത്തരം അറിവുകളെല്ലാം അന്യം നിന്നു പോയതും. അതുപോലെ തന്നെ വലിയ വലിയ പണ്ടത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതെ നശിച്ചു പോയ കാര്യങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, അതൊത്തിരി നശിപ്പിച്ചതുമുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും ഇത് അറിയാൻ ഇഷ്ടമുള്ളവരൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഒരു സന്ദേശത്തോടു കൂടിയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി, നമസ്കാരം.